ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ പന്തളത്ത് കാർണിവൽ സ്റ്റാർട്ടായി. അപ്പം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും സംരംഭം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെയല്ലേ ആ സംരംഭത്തെ വിജയിപ്പിക്കേണ്ടത്. അപ്പം അത് കാണാൻ പോയായിരുന്നേ. ചെമ്മാനം കണ്ടാൽ പിറ്റേ ദിവസം മത്തിയായിരിക്കും കൂടുതൽ കിട്ടുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മീൻ നല്ല ഭംഗിയായിരുന്നു. ഫോട്ടോയിൽ കാണുമ്പോൾ അത്ര ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നേരിട്ട് കണ്ടപ്പം ആ ഒരു ചെമ്മാനവും ഈ ലൈറ്റ് എഫക്ട്സും എല്ലാം കൂടെ ആയപ്പം അടിപൊളിയായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, സൂപ്പറായിരുന്നു. കമ്പനി എന്റർടൈൻമെന്റ്സ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന പന്തളം കാർണിവൽ, പന്തളം KSRTC ബസ്. അപ്പോൾ തുടക്കത്തിൽ വരുന്നത് നമുക്ക് അവിടെ ഫോട്ടോ എടുക്കാൻ ഒരുപാട് സ്പേസ് ഉണ്ട്. അതായത് നമുക്ക് കുറേ ചെടിച്ചട്ടികൾ വെച്ചിട്ടുണ്ട്. പിന്നെ ലൈറ്റ് എഫക്ട്സ്, അതൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും നല്ല ഭംഗിയായിരിക്കും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ. നല്ല ഫ്രെയിംസൊക്കെ ഉണ്ട്. ഈ സ്ഥലം വരുന്നത് നമ്മുടെ KSRTC സ്റ്റാൻഡ്, പന്തളം KSRTC സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്താണ് സ്ഥലം വരുന്നത്. അടിപൊളിയായിരുന്നു. സൂ പോലെ ഞാൻ ആദ്യം വിചാരിച്ചു, വെളിയിൽ നിന്ന് കണ്ടപ്പോൾ എന്തോ ഒരു തട്ടിക്കൂട്ട് പരിപാടി ആയിരിക്കും, ഇത് കയറേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. എന്നാലും നമ്മൾ മലയാളിയാണ്, നമുക്ക് ചെറിയൊരു വെപ്രാളമൊക്കെ വരും. ഒത്തിരി ആൾക്കാർ കയറി കാണുന്നു, അഭിപ്രായം പറയുമ്പോൾ നമുക്കും ഒരു ഇതൊക്കെ വരും, എന്നാൽ നമുക്ക് കൂടെ ഒന്ന് കാണാം. അങ്ങനെ വന്നതാണ്. നല്ല രസമായിരുന്നു. ഒരു സൂയിൽ പോയ ഞാൻ ആദ്യം സ്കൂളിൽ നിന്ന് ടൂർ പോയപ്പോൾ സൂയിൽ പോയൊരു അനുഭവം പോലെ എനിക്ക് തോന്നി. കാരണം അകത്ത് ഒത്തിരി പക്ഷികളുണ്ടായിരുന്നു. നല്ല രസമുള്ള പക്ഷികളാണ്. ഞാൻ ഇതിലെ വീഡിയോ അല്ലാതെ ഫോട്ടോയും എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാവേ. സൂപ്പറെന്ന് വെച്ചാൽ അടിപൊളിയാണ്. പക്ഷേ ഇതുങ്ങളെ കൂട്ടിലിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ഈ പക്ഷികളെന്ന് പറയുമ്പോൾ അവർ പറന്ന് അവരുടെ ജീവിതം ആസ്വദിക്കേണ്ടതാണ്. നമുക്ക് അവരെ കണ്ട് ആസ്വദിക്കാം, അതൊരു പരിധി വരെ. പക്ഷേ കൂട്ടിലിട്ട് അവരെ വളർത്തുക, അത് ഭയങ്കര ദയനീയമാണ്. നമ്മളെ പിടിച്ചൊരു ജയിലിലിട്ട് നമുക്ക് സമയാസമയത്തിന് ഭക്ഷണവും വെള്ളവും തന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെയാണ് അവരുടെ കാര്യം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്, എല്ലാവർക്കും ഇതായിരിക്കില്ല. പക്ഷികളൊക്കെ വളർത്തുന്ന ആൾക്കാർ കാണും. പക്ഷേ എൻ്റെ മനസ്സിന് എന്തോ എനിക്ക് അത് കണ്ടപ്പോൾ ഒരു സങ്കടം വന്നു. കാരണം ഇവർ പറന്ന് നടക്കേണ്ടവരല്ലേ. പക്ഷേ പറന്ന് നടക്കേണ്ടവരെ നമുക്കിങ്ങനെ കാണുമ്പം ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലും പക്ഷേ ഇവരുടെ ഭംഗി ആസ്വദിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൂടുതലും നമ്മുടെ നാട്ടിലുള്ള പക്ഷികളൊന്നും അല്ലായിരുന്നു, വെളിയിലെ കുറേ പക്ഷികളുണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിൻ്റെയും താഴെ ഇവരുടെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പേരുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. അതെൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുകൾ കാണുമല്ലോ. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയനാണ്, ഈ കിളികളുടെ താഴെ ഇവരുടെ പേര് എഴുതി വെച്ചാൽ. ഈ പൂച്ച കണ്ടോ, ഈ പൂച്ചകൾ ഞാൻ വിളിച്ചു, ഒറ്റയൊരെണ്ണം അനങ്ങിയില്ല, മൈൻഡ് ചെയ്തില്ല. നീ പൊടി നിൻ്റെ പാട്ടിനന്ന്. ഞാൻ കരഞ്ഞു വിളിച്ചു, അങ്ങനെ വിളിച്ചു, ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി വിളിച്ചു. നമ്മുടെ സ്റ്റുവർട്ട് ലിറ്റിലെ പൂച്ച കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേർഷ്യൻ ക്യാറ്റിനെ. പക്ഷേ ഇങ്ങനെ കൂട്ടിലിട്ട് കാണുന്നത് എനിക്ക് അതിലും വലിയ സങ്കടമാണ്. പക്ഷേ എന്ത് പറയാനാ, നമുക്ക് കാണണ്ടേ. അയ്യോ, ഇത് മയിലിനെ പോലെ നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ സെപ്പറേറ്റ് കാണിക്കാം വീഡിയോയുടെ എൻഡിൽ. അത് നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്ര ക്ലിയർ അല്ലെങ്കിലും നല്ല ഫോട്ടോ എടുത്തിട്ടുണ്ട്, അത് കാണുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ ഒരു സൂയിൽ പോയ ഒരു പ്രതീതി പോലെയായിരുന്നു. നല്ല രസമായിരുന്നു. ഈ ചില ജീവികളുടെയൊക്കെ കാലയിൽ തൊപ്പി പോലെയൊക്കെ ഉണ്ട്. ചിലതിൻ്റെയൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ശ്രദ്ധിച്ച് നോക്കി, അതിൽ നോക്കുകയാണെങ്കിൽ 3-4 എണ്ണത്തിന് മാത്രമേ അവർ പേര് കൊടുത്തിട്ടുള്ളൂ. ബാക്കി എനിക്ക് തോന്നുന്നു പോയത് വല്ലതുമായിരിക്കും, കുറേ നാളായി കാർണിവൽ തുടങ്ങിയിട്ട്. അപ്പം നമ്മൾ ലാസ്റ്റ് പകുതി തീരാറാകുമ്പോഴല്ലേ പോകുന്നത്. എല്ലാവരും പോയി അഭിപ്രായമൊക്കെ അറിഞ്ഞ് എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടല്ല പോകത്തുള്ളൂ. ഇത് എലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ വെള്ള എലി, നമ്മുടെ വളർത്തുന്ന എലി എന്നല്ല എൻ്റെ പേര്, നമ്മൾ പിന്നെ എലി എന്ന് പറയും, വെള്ള എലി. അതുപോലെ നമ്മുടെ സാധാ എലി. പിന്നെ ഇവരുടെ രണ്ടുപേരും കുഞ്ഞിനെ സെപ്പറേറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നല്ല രസമായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞുമാവ ഉണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക്. അവളിങ്ങനെ ഓരോ ജീവിയുടെ ഇങ്ങനെ നോക്കുക, ഇതെന്തോ അമ്മൂമ്മ, അവൾ അമ്മൂമ്മയുടെ കൂടെ വന്നത്. അപ്പം അമ്മൂമ്മ ഇതെന്തോ അമ്മൂമ്മ, അതെന്തോ അമ്മ. നല്ല രസമാണ്. കുഞ്ഞു മക്കൾ സംശയം ചോദിക്കുമ്പോൾ അവർക്ക് ഒത്തിരി സംശയങ്ങളല്ലേ. നമ്മളെത്ര പറഞ്ഞു കൊടുത്താലും അവരുടെ സംശയങ്ങൾക്കൊരു അറുതിയില്ലല്ലോ. നിഷ്കളങ്കമായ മനസ്സല്ലേ അവരുടെ. അപ്പം ഇങ്ങനെ പറഞ്ഞു, മോനെ അത് ലവ് ബേർഡ്സ്, അത് ഇന്ന കിളി, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. അമ്മൂമ്മ അതുകൊണ്ടിടാ, അത് നമ്മുടെ കോഴിയുടെ വേറൊരു വകഭേദം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. നല്ല രസമായിരുന്നു.
കൊച്ചു മക്കളുള്ളപ്പോൾ കൂടെ പോകാൻ നല്ല ഭംഗിയായിരിക്കും. അതായത് അവരുടെ സംസാരവും അതൊക്കെ കേൾക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫോട്ടോ സെപ്പറേറ്റ് ഞാൻ ഇടാവേ, ഇതിൽ തന്നെ ഇടാം. നല്ല ഭംഗിയുള്ള ഒരുപാട് കിളികളുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇവർ കൂട്ടിയിട്ട് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. അത് പിന്നെ ഇവരെ പറത്തി വിട്ടിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവർ അങ്ങനെ ഭക്ഷണമൊന്നും സ്വന്തമായിട്ട് തേടി കഴിക്കില്ലല്ലോ, നമ്മൾ എല്ലാം കൊടുത്താലല്ല കഴിക്കുകയുള്ളൂ. അങ്ങനെ ചെറിയൊരു പ്രശ്നമുള്ളതാണ്. ഇതോ ആ വെള്ള ഫ്രോക്കിട്ട കുഞ്ഞിനെ കണ്ട, ആ കുഞ്ഞവയുടെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞ, അവളെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല സംസാരമായിരുന്നു. പിന്നെ ഇതിനെ കണ്ടോ, ഇത് അവിടെ ഒരു ആള് ഇതിനെടുത്ത് കഴുത്തിലിട്ട്, സ്വന്തം കഴുത്തിലിട്ടിട്ട് അയാൾ പറയാം നമുക്ക് കഴുത്തിലിടാൻ തരും, 50 രൂപ കൊടുക്കണമെന്ന്. ഞാൻ പേടിച്ചു പോയി. അയാൾ കഴുത്തിലിട്ട കണ്ടപ്പോൾ തന്നെ നമ്മൾ പേടിച്ചു. പിന്നെ നമ്മളുടെ കഴുത്തിലിടാൻ നമ്മൾ 50 രൂപ കൊടുത്ത് നമ്മുടെ കഴുത്തിലിടാൻ, നമുക്ക് വേറെ ജോലിയില്ലല്ലേ. ഇവനെ കണ്ടോ, ഇവൻ ഭയങ്കരനാണ്. ഞാൻ തിരിഞ്ഞ ഉടനെ അവൻ ആ മരത്തേ കയറിയിരുന്നു. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എനിക്ക് ചുമന്ന നിറം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഫേവറേറ്റ് നിറം ചുവപ്പാണ്. അപ്പം എന്തായാലും ചുമന്ന കിളിയായിരിക്കുമല്ലോ എനിക്കിഷ്ടം. അതിൻ്റെയൊക്കെ ഫോട്ടോ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അത് നല്ല ക്ലിയർ ആയിട്ട് ഇടാവേ, അപ്പം നല്ല പോലെ മനസ്സിലാവും. കുറേ പൂച്ചയെല്ലാം ഭയങ്കര ഉറക്കമായിരുന്നു. 7 മണിയായപ്പോഴാണ് പൂച്ചയൊക്കെ ഉണർന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ട്രെയിനിങ് കൊടുത്ത് വെച്ചേക്കുമായിരിക്കും ഇനി. കിളികളെല്ലാം നല്ല സ്മാർട്ടായിരുന്നു. അതാണ്ട് ഈ കിളിയെ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാം, നമ്മളവിടെ നിന്നപ്പോൾ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കും. അപ്പുറത്ത് നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ ഇവിടെ ഒത്തിരി ബുക്കുകളുണ്ടായിരുന്നു. നമ്മൾ ഈ റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡും വാങ്ങിച്ചു. പിന്നെ ഒരു ജാപ്പനീസ് എന്തായിരുന്നു, ഗുഡ് ലൈഫിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റോറി. ആ സ്റ്റോറി രണ്ടും ഭയങ്കര ഫേമസ് ആയിരുന്നു. അത് വാങ്ങിച്ചു. രാമാന ആനന്ദി വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അതിന് അത് രണ്ടേ വാങ്ങിച്ചുള്ളൂ. പിന്നെ നമ്മൾ ഒരു സ്ക്വാഷ് വാങ്ങിച്ചായിരുന്നു ആ കടയിൽ നിന്ന്, ഞാൻ കാണിച്ചില്ലേ. ഒത്തിരി ഷോപ്പിങ്. ഞാനിതൊന്നും വിചാരിച്ചില്ല. ഞാൻ വെച്ച് ഈ കറങ്ങുന്ന സാധനങ്ങളൊക്കെ കാണത്തുള്ളൂ. പുറത്ത് നിന്ന് കാണുമ്പോൾ അങ്ങനെ വിചാരിച്ചു. ഇതുപോലെ ഒത്തിരി പക്ഷികളും സാധനങ്ങളും ഉണ്ടെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. പിന്നെ ഈ 2 കമ്മൽ വാങ്ങിച്ചേ. പിന്നെ നല്ല രസമായിരുന്നേ. അതുപോലെ എന്തായിരുന്നു, എന്നോട് കുറച്ച് കൂട്ടുകാരൊക്കെ വന്ന് പറഞ്ഞ് അവർ പോയിട്ട് വന്നിട്ട്, എടി ഓന്തില്ലയോ, ഓന്തിൻ്റെ വലുതുണ്ട്, അരണയുടെ കൂട്ടത്തേക്കുണ്ട്. അപ്പം ഞാൻ വെച്ച് ഇതെന്തോ, ഇതിനെയൊക്കെ കാണാനാണോ നമ്മൾ പോകണ്ടേ? അങ്ങനെ വിചാരിച്ചു. പക്ഷെ അകത്ത് ചെന്നപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ടെ. ഷോപ്പിങ്ങിന് വേണ്ടി മാത്രം നമ്മൾ കുറേ സമയം ചിലവഴിക്കണം. അതുപോലെ സാധനങ്ങളാണ്, ഇഷ്ടത്തിന് സാധനം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് വേണേൽ പോവാം, അതുപോലെ സാധനങ്ങൾ. എന്നാലേ തീരത്തുള്ളൂ. നമ്മൾ ജസ്റ്റ് കണ്ട് ആസ്വദിക്കാനാണെങ്കിൽ ഓക്കെ, അല്ലാതെ വാങ്ങിക്കണമെന്നും പറഞ്ഞ് ഇറങ്ങുവാണെങ്കിൽ കട മൊത്തം വാങ്ങിക്കേണ്ടി വരും. അതുപോലെ സാധനം. പിന്നെ ഇഷ്ടത്തിന് സംഭവങ്ങൾ കറങ്ങുന്നത്. പിന്നെ എന്തുവായിരുന്നു, ഇത് നമ്മൾ പകലാണ് എടുത്തത്. പകലെന്നൊന്നും പറയാൻ പറ്റത്തില്ല, വൈകിട്ടായി, 6:15 ആയി. പിന്നെ നമ്മൾ നടന്ന് ക്ഷീണിച്ചല്ലോ, ഒരു പാനിപ്പൂരി കഴിച്ചു. ദാണ്ട് എൻ്റെ വെള്ളേലി എന്നൊന്നും വിളിക്കല് വേറെ എന്തെങ്കിലും ആയിരിക്കും, കറക്റ്റ് പേര് ഞാൻ ഓർക്കുന്നില്ല. നമ്മുടെ വീട്ടിലൊക്കെ വളർത്താൻ പറ്റുന്നതാണ്. പിന്നെ ദാണ്ട് എൻ്റെ മയിൽ. ഞാൻ പറഞ്ഞില്ലേ മയിലിൻ്റെ കൂട്ടല്ലേ ഇതിനെ കാണാൻ നല്ല ഭംഗിയില്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെ. ഇവരെ കണ്ടോ, ആ ചുണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ത് രസമാണ്. എനിക്ക് ദാണ്ട് ഇവനാണ് എൻ്റെ സുന്ദരക്കുട്ടപ്പൻ, എനിക്കിഷ്ടപ്പെട്ട ചുമന്ന തത്ത. ഓന്തിന് വലിയ ജാടയായിരുന്നു. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് തിരിഞ്ഞപ്പോൾ അവൻ ഉടനെ മരത്തേ കയറിയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വെച്ചിരിക്കാൻ ഇട്ടു, നിനക്കിപ്പോൾ കയറാമെങ്കിൽ ഞാൻ എടുക്കത്തില്ലട ഫോട്ടോ എന്ന് വെച്ച്. എനിക്കും ഉണ്ടല്ലോ ജാട, ചുമ്മാ അത് പറഞ്ഞ കേട്ടോ. എന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാനത് എടുത്തേനെ. നല്ല രസമായിരുന്നു. ഇവരൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് എടുക്കുന്നതിനേക്കാൾ നല്ല ക്ലാരിറ്റി ഫോട്ടോ ആയിട്ട് എടുത്തപ്പോഴാണ് എനിക്ക് തോന്നിയേ. അപ്പം നല്ല രസമായിരുന്നു. ഈ മഞ്ഞക്കിളിയൊക്കെ കണ്ടാൽ എന്ത് ഭംഗിയാണ് കാണാൻ. പിന്നെ പെയറായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കിളികളെ. ഇനി ഒരു സൂപ്പർ കിളിയെ കാണിക്കാവേ. കണ്ട, നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട ഈ കിളിയെ. പിന്നെ ഞാൻ മുമ്പേ കാണിച്ച ഇതാണ്ടേ, അടിപൊളി, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട കിളി. അപ്പം ഇപ്പം പറയാം, നിനക്ക് എല്ലാം അങ്ങ് ഇഷ്ടപ്പെട്ടല്ലയോ, ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, എനിക്ക് എല്ലാ കിളിയും ഇഷ്ടപ്പെട്ടു. എനിക്ക് എങ്ങനെയാണ്, ഞാൻ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്തൊക്കെയാണ് പറഞ്ഞു പോകുന്നത് എൻ്റെ അയ്യപ്പ. കണ്ടോ, എൻ്റെ മയിലിനെ ഞാൻ പിന്നെയും സൂം ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു. മയിലല്ല, എൻ്റെ പേരൊന്നും പറയല്ലേ. പിന്നെ നമ്മൾ കയറിയ റൈഡ് കുഞ്ഞു മക്കളുടെ റൈഡാണ്. നമ്മളിപ്പോഴും മനസ്സുകൊണ്ട് കൊച്ചുകുട്ടിയാണ്, അതുകൊണ്ട് ട്രെയിനിലാണോ കയറി. പക്ഷെ മറ്റു വലിയ ആട്ടുതൊട്ടിൽ കയറാൻ എൻ്റെ മനസ്സെന്നെ അനുവദിച്ചില്ല. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ
ഇച്ചിരി നെഗറ്റീവ് ചിന്തയുള്ള ആളാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ മേളിൽ കയറി കഴിയുമ്പം അതങ്ങ് നിന്ന് പോയാൽ എന്തൊടുക്കും, സ്റ്റക്കായ എന്തൊടുക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ച് പറയുന്നതിനൊരു കുഴപ്പമില്ല. എനിക്ക് ഇച്ചിരി പേടിയെന്ന് വെച്ചാൽ എല്ലാവരുടെയും മനസ്സിലുള്ളതല്ലേ, നമ്മൾ അങ്ങനെ ചിന്തിച്ച് പോകും. എല്ലാവരെയും പോലെയല്ല. അപ്പുറത്ത് വേറൊരു സാധനമുണ്ട് ഇങ്ങനെ തിരിഞ്ഞ് ഇറങ്ങുന്നത്, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, അതിൽ കയറുമ്പോഴേ എൻ്റെ കിളി പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അയ്യോ, പിന്നെ നല്ല രസമായിരുന്നു. ഇത് കുഞ്ഞു മക്കളുടെ, പിന്നെ കുഞ്ഞുമക്കൾ മാത്രമല്ല, കുഞ്ഞുമക്കളുടെ കൂടെ അമ്മമാരെയും കയറുന്നുണ്ട്. അപ്പോൾ പിന്നെ അവരെക്കാളും പ്രായക്കുറവില്ലേ നമുക്ക്, അങ്ങനെ പറഞ്ഞങ്ങ് കയറി. നല്ല രസമായിരുന്നു. പക്ഷേ പിന്നെ ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് എന്തിലൊക്കെ കയറണം അതൊക്കെ നമുക്ക് കയറി ആസ്വദിക്കാം. കാരണം നമുക്കൊരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമ്മളുടെ മനസ്സെന്താണോ പറയുന്നത് അത് നമ്മൾ ചെയ്യണം. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാം, ആ മേളത്തെ സാധനത്തിലൊക്കെ കയറണം അങ്ങനെ പറഞ്ഞു. വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേനും മട്ടും ഭാഗം അങ്ങ് മാറി. അയ്യോ അതിൽ കയറണ്ട, എനിക്ക് പേടിയാണ്, അതിന് മേളിൽ കയറി കഴിഞ്ഞാൽ അത് സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ എന്തോ എടുക്കും. താഴെ നോക്കിയപ്പോൾ അത് കറങ്ങുന്നത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കുലുങ്ങുക, മീൻസ് അതിൻ്റെ താളില്ലായിരുന്നു. അപ്പം മേളിൽ നിന്ന് അതങ്ങ് കുലുങ്ങി. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അത് കണ്ടപ്പോൾ പേടിച്ചു പോയി. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കയറണ്ട എന്ന് പറഞ്ഞത്. അത് മൊത്തം നട്ടും ബോൾട്ടുള്ള പരിപാടി. പിന്നെ എല്ലാം മനുഷ്യൻ്റെ സൃഷ്ടിയാണ്, സാരമില്ല പോട്ടെ. പിന്നെ ഒത്തിരി ദാഹിച്ചപ്പോൾ ഒരു കരിക്കും ജ്യൂസും കുടിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.